ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മസാലയ്ക്ക് ബട്ടർ ചിക്കൻ കറിയുടെ അതേ രുചിയാണ്. മാത്രമല്ല ഇതിൽ ഞാൻ ചാർക്കോൾ വെച്ചിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചിക്കനും റൈസും ഒക്കെ നല്ല സ്മോക്കി ഫ്ലേവറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ച ചിക്കനാണിത്. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരല്പം വലിയ നാരങ്ങയാണിത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ വരെ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ അതായത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് തൈര് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അരി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ചോറുണ്ടാക്കാം. അത്ര വരെ നമുക്കിതിവിടെ അടച്ചു വെക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. 3 വലിയ സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സവാള ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. സവാള ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തക്കാളിയും കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തൊലിയും കുരുവൊന്നും കളയണ്ട, അല്ലാതെ തന്നെ അരച്ചെടുക്കാം. തക്കാളിയുടെ പേസ്റ്റും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 6-7 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വലിയ പാൻ ആയതുകൊണ്ട് ചിക്കൻ മുഴുവനും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതാണെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പം മുഴുവൻ ചിക്കനും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ വശവും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് തിരിച്ചിട്ട ഭാഗം കുറച്ചധികം ഒന്ന് ഫ്രൈ ആയി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം ഇതുപോലെ പാനിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നടുക്ക് ഇതുപോലെ കുറച്ച് സ്ഥലം ഒഴിച്ചു വെക്കുക. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റീൽ ബൗളോ മറ്റോ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി ചാർക്കോൾ എടുത്തിട്ട് നമ്മളിപ്പോൾ ചിക്കൻ്റെ ഇടയിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പുകഞ്ഞ് വരും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കുക. ഈ പുക ഒട്ടും പുറത്തേക്ക് പോകാതെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടണം. അപ്പോഴാണ് നല്ല സ്മോക്കി ഫ്ലേവർ നമുക്ക് ചിക്കനിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കുക. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ പുകയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിവിടെ അടച്ച് മാറ്റി വെക്കാം.
ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ മാത്രമായിട്ട് മുഴുവനും ചേർത്താലും മതി കേട്ടോ. ഒരു 5-8 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്താലും മതി. പക്ഷെ ഞാനെപ്പോഴും ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നേരിയതായിട്ട് അരിഞ്ഞ 2 സവാളയാണ്, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യാം. സവാളയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സവാള നമുക്കിനി ഈ എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള മുഴുവൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 കപ്പ് റൈസായിരുന്നു കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രം നമുക്ക് അടച്ചു വെക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത്രയും സമയം നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ ഇതിലൊഴിച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അരി മുഴുവൻ വെള്ളവും കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം അരി ചേർക്കാൻ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് അരി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. നമ്മളിതിൽ അരി ചേർത്തതിന് ശേഷം തിളക്കുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് അരി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വേറെ വേറെ നിൽക്കുന്ന ചോറാണ്, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നല്ല നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല പാകത്തിനുള്ള ചോറായിട്ട് കിട്ടും. ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ചോറ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് നെയ്ച്ചോറ് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചൊരു വലിയ പാത്രം എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പട്ട, 4 ഗ്രാമ്പു, 2 കറുത്ത കളറിലുള്ള ഏലക്കായ്, 4 ഗ്രീൻ കളറിലുള്ള ഏലക്കായ്, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പച്ചമുളക് ചേർത്തിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളിയുടെ പേസ്റ്റ്, അതായത് സവാളയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയിലുള്ള വെള്ളമൊക്കെ മുഴുവനും വറ്റി സവാളയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം. അത്ര വരെ നന്നായിട്ട് വഴറ്റുക. ഇതിലിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സവാളയുടെ പച്ചമണമൊക്കെ കുറേയൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും പൊടികളും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രം തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ മുഴുവൻ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ തിക്ക് ക്രീം, ഏത് ക്രീമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. മധുരമില്ലാത്തത് ചേർക്കുക. ഇനി ക്രീമൊന്നും കയ്യിലില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഫ്രഷ് ക്രീമും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനും മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് പകുതി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ആദ്യം പകുതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പകുതി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ അല്ലെങ്കിൽ സാഫ്രോൺ മിൽക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി പകുതി ചോറ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കളർ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചേർത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. കുറച്ച് മല്ലിയിലയും അതുപോലെ സവാള ഫ്രൈ ചെയ്തതും ഒക്കെ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചാർക്കോൾ ഞാൻ വീണ്ടും ഇവിടെ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഈ ചാർക്കോൾ ഈ സ്റ്റീൽ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടി സ്മോക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നേരത്തെ ചിക്കൻ മാത്രമേ സ്മോക്ക് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് റൈസിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റൈസിലും കൂടി ആ ഒരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി സ്മോക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ചാർക്കോൾ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് പുക വരാൻ തുടങ്ങുന്ന സമയത്തിന് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് വീണ്ടും ഇതുപോലെ അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ചോറിനും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ പുകയൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി ബൗൾ ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറിനും കൂടി ഇപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പാം. നമ്മൾ ചാർക്കോൾ വെച്ച് കത്തിച്ചതുകൊണ്ട് ഇത് തുറന്ന് വിളമ്പുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ. നമ്മൾ കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. നിങ്ങൾക്കറിയാലോ ചാർക്കോൾ ചിക്കൻ്റെ ആ ഒരു മണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഇതിപ്പോൾ റൈസിനും കൂടി ആ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ബട്ടർ ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്